ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നിങ്ങളുടെയും എൻ്റെയും എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഒരു ചെടിയാണ് നമ്മുടെ ചൈനീസ് ബോൾസം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടി. ഇത് പല കളറുണ്ട് കേട്ടോ. ഇതിൻ്റെ പിങ്ക് ഉണ്ട്, എൻ്റെ കയ്യിൽ ഇതിൻ്റെ പിങ്ക് ഉണ്ട്, അതുപോലെ തന്നെ റെഡ് ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കളറുണ്ട് ഈ ഒരു ചെടിക്ക്. അതായത് ഇതിൻ്റെ പൂക്കളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് മാത്രമല്ല, അതിൻ്റെ ഈ കൂർത്ത ഇലകളും ഒരു അട്രാക്ഷനാണ്. ഈ ചെടി നമുക്ക് ഇതിൻ്റെ കമ്പ് മുറിച്ച് ഈസി ആയിട്ട് നട്ട് ഒത്തിരി ചെടികളാക്കി മാറ്റാൻ പറ്റും. ഇത് മാത്രമല്ല, ഇതിൻ്റെ സീഡ്സ് നട്ട് നമുക്ക് ഇതിൻ്റെ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂട്ടുകാർ ആരെങ്കിലും ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഈ ഒരു ചെടി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് നമുക്ക് കമ്പ് മുറിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒത്തിരി ചെടികൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ഇതിൻ്റെ സീഡ്സ് ഉണ്ട്. ഇത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. സീഡ്സൊക്കെ നട്ട് എങ്ങനെയാണ് ഇതിൻ്റെ കുഞ്ഞ് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. വളരെ നല്ലൊരു ചെടിയാണ്. ചെടി നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് വെയിൽ കൊള്ളാൻ പാടില്ല. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടി തളർന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെടി നടുമ്പോൾ കുറച്ച് ഷെയ്ഡുള്ള ഭാഗം നോക്കി വെക്കുക. അപ്പോൾ നല്ലതുപോലെ എപ്പോഴും നല്ല പച്ചപ്പോട് കൂടി ഇതേപോലെ നിൽക്കുന്നതായിരിക്കും. ആരും കൊണ്ടുപോയി ഭയങ്കര സ്ട്രോങ് സൺലൈറ്റ് വരുന്നിടത്ത് വെക്കരുത്. ഷെയ്ഡ് നോക്കി വെക്കുക. അപ്പോൾ ചെടി നല്ലപോലെ നിൽക്കും. പിന്നെ നല്ല വെയിലുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നല്ല സമ്മർ സീസണിൽ ഈ ചെടിക്ക് നമ്മൾ എന്നും രാവിലെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ചെടി നശിക്കാതെ ഇരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ മഴ സീസണിൽ വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാകരുത്. ഈ ചെടിക്കൊരു ദോഷമുണ്ട്. അതായത് നമ്മൾ വെള്ളം കുറച്ച് കെട്ടി നിന്നാലും പെട്ടെന്ന് അതിൻ്റെ വേര് ചീഞ്ഞു പോകും, അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകൾ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ ഇടയാകരുത്. പിന്നെ നിങ്ങൾ ഈ ചെടി നടേണ്ടത് നല്ലതുപോലെ വെള്ളം വാർന്നു പോകുന്ന ടൈപ്പിലുള്ള മണ്ണ് വേണം നമ്മളതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒട്ടും വെള്ളം കെട്ടിക്കിടക്കാതെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് വാർന്നു പോകത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ മണ്ണ് പോട്ടിംഗ് മിക്സ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഈ പ്ലാന്റ്, അതായത് നമ്മുടെ ചൈനീസ് ബോൾസ് നല്ലതുപോലെ വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്നും ഇതിൻ്റെ അകത്ത് പൂ പിടിക്കുന്ന ഒരു ചെടിയാണിത്. നിറയെ പൂവ്. അതായത് ഒരു പ്രാവശ്യം പൂ വന്നു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ മണ്ടയൊന്ന് പിഞ്ച് ചെയ്ത് കളയും. അതായത് ഒന്ന് നുള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് ഇത് ബ്രാഞ്ചസ് വന്ന് വീണ്ടും പൂക്കൾ വരും. അതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. പിന്നെ ഒത്തിരി നീളം വെക്കുന്ന ടൈപ്പ് ചൈനീസ് ബാൾസം ഉണ്ട്. അതുപോലെ തന്നെ കുരുടി നിൽക്കുന്നത്, അതായത് ഇത് എൻ്റെ കയ്യിലുള്ളത് ഇപ്പം ഷോർട്ടായിട്ട് നിൽക്കുന്ന ടൈപ്പാണ്. നല്ല നീളം വെക്കുന്ന ടൈപ്പ് ചൈനീസ് ബോൾസം ആണെങ്കിൽ ഒത്തിരി വെള്ളമൊന്നും വേണ്ട. ഈ ചെറിയ ഡ്വാർഫ് ആയിട്ടുള്ള ചൈനീസ് ബോൾസത്തിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ദിവസവും രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ല സമ്മർ സീസണിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. നല്ല നീളം വെക്കുന്ന ടൈപ്പാണെങ്കിൽ എന്നും ഇതേപോലെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ ചെടി എന്നും പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിയുടെ തോല് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഒരു 2-3 ദിവസം വെള്ളത്തിലിട്ട് വെക്കുക. 3 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം എടുത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെടിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ പൂക്കാൻ അത് സഹായിക്കും. അതുമാത്രമല്ല, വേറെ അടിപൊളി ഒരു വളം ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് മീനിൻ്റെ വെള്ളം, ഈ വെള്ളമെന്ന് പറഞ്ഞാൽ നല്ല ചെടിക്കൊക്കെ വേണ്ട കംപ്ലീറ്റ് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വെള്ളമാണ് ഈ മീൻ കഴുകിയെടുക്കുന്ന ഈ വെള്ളം. ഈ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് കൊണ്ടുപോയി ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ല എങ്കിൽ വേറൊരു അടിപൊളി ഇതിന് മണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഒരു വിധിയുണ്ട്. ഫിഷ് അമിനോ എന്ന് പറയും. നമ്മൾ ഈ മീൻ വെള്ളത്തിലേക്ക് ഒരു പിടി ശർക്കര നല്ലതുപോലെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. കൈ കൊണ്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ മിക്സിയിലിട്ട് വല്ലതും ഒന്ന് നല്ലതുപോലെ പൊടിച്ചില്ലെങ്കിൽ അരകല്ലിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ച് എടുത്താലും മതി. ഓക്കെ. ഈ പൊടി നമ്മൾ മീൻ കഴുകി വെച്ചിരിക്കുന്ന ആ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 3-4 ദിവസത്തേക്ക് അടച്ചു വെക്കുക. അതായത് എവിടെയെങ്കിലും തണലത്ത് കൊണ്ടുപോയി വെക്കുക. 4 ദിവസം കഴിയുമ്പോൾ, 4-5 ദിവസം കഴിയുമ്പോൾ എടുക്കുക. അപ്പോൾ ഈ ഒരു
ഫിഷ് അമിനോ ഇതേപോലെ ഇരിക്കും ഈ മീനിൻ്റെ വെള്ളം. നമ്മൾ മീനല്ല ഇടുന്നത്, മീനിൻ്റെ തല കൊണ്ടുണ്ടാക്കുന്ന വേസ്റ്റ് കൊണ്ടുണ്ടാക്കുന്ന ഒരു നമ്മുടെ ഫെർട്ടിലൈസറിനെ പറ്റി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയായിരുന്നു. അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതും ഈ ചെടിക്ക് ഒഴിക്കാൻ വളരെ നല്ലതാണ്. പക്ഷേ ഈ ഒരു വെള്ളം നമ്മൾ ഇരട്ടി വെള്ളത്തിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ. ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് പുഴു പോലെ ഉണ്ടായി. കാരണം ഞാനത് 4 ദിവസത്തിൽ കൂടുതൽ ഒരാഴ്ചയോളം ഞാൻ വെച്ചു. അതാണ് അതിന് കാരണം. അതൊക്കെ അരിച്ചു മാറ്റിയതിന് ശേഷം ഈ നല്ല തെളിഞ്ഞ വെള്ളം എടുക്കുക. ഓക്കെ. ഈ തെളിഞ്ഞ വെള്ളം കൊണ്ടുവന്ന് നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. ചെടിയുടെ ചുവട്ടിലും ചെടിയുടെ മുകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. മീനിൻ്റെ ഒരു മണവും ഇല്ല കേട്ടോ. ഇത് നമ്മൾ സ്പ്രേ ചെയ്യാൻ നേരം സാധാരണ നമ്മൾ മീൻ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മണം നമുക്ക്, കാരണം ഈ ചെടി നമ്മൾ വീടിനോട് ചേർന്നാണല്ലോ വെക്കുന്നത്. അതായത് ഷെയ്ഡിലൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് അന്നേരം എപ്പോഴും ആ ഒരു മീനിൻ്റെ മണം, ഒരു ദുർഗന്ധം നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ശർക്കരയൊക്കെ ഇട്ട് വെച്ച് ഒരു 4 ദിവസത്തിന് ശേഷം നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി ഒഴിക്കുകയാണെങ്കിൽ ഒരു ദുർഗന്ധവും ഉണ്ടാകത്തില്ല. എന്ന് മാത്രമല്ല ചെടികളൊക്കെ നല്ലതുപോലെ പുഷ്പിക്കാൻ തുടങ്ങും. നല്ല രീതിയിൽ പൂക്കളായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ ചൈനീസ് ബോൾസത്തിന് ഈ ഒരു വളം നല്ല എഫക്റ്റീവാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഒഴിക്കാൻ പറ്റിയ മറ്റൊരു വളമാണ് എപ്സം സോൾട്ട്. എപ്സം സോൾട്ട് നിങ്ങൾക്ക് 3 ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ 1 ടീസ്പൂൺ എപ്സം സോൾട്ട് എടുക്കുക. അത് നിങ്ങൾക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ചെടിക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചെടി നല്ല ആർത്ത് വളർന്നു വരും. അതായത് നല്ല ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ, നൈട്രജന്, പൊട്ടാഷ്യം, അതുപോലെ തന്നെ ഫോസ്ഫറസ് ഒക്കെ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്തെടുക്കാൻ ഇതുപോലെയുള്ള വളങ്ങൾ സഹായിക്കും. എന്ന് മാത്രമല്ല ഇലകൾക്ക് നല്ലൊരു പച്ച നിറം കൊടുക്കാനും പൂക്കൾക്ക് നല്ല നിറമുള്ള പൂക്കൾ ഉണ്ടാകാനും എന്ന് മാത്രമല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാകാനും ഇത് സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ചെടികൾക്ക് വേറെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ, നമ്മൾ ഇതിൻ്റെ പോട്ടിംഗ് സോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പോട്ടിംഗ് സോയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചാണകപ്പൊടി കൂടി ഇട്ട് നമ്മൾ ആ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുകയാണെങ്കിൽ ചെടികൾക്ക് വളരെ നല്ലതാണ്. കാരണം ഒരു വർഷത്തിലുടനീളം ഇത് പുഷ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഈ ചാണകപ്പൊടിയിൽ നിന്ന് ചെടികൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മണൽ, അതുപോലെ തന്നെ കുറച്ച് കൊക്കോപ്പീറ്റ്, പിന്നെ ചാണകപ്പൊടി, എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടിയും കൂടെ ചേർത്ത് നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുക. ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഇത് ചെടികൾ നട്ടുപിടിപ്പിക്കുക. വളരെ നല്ലപോലെ പുഷ്പിച്ച് വർഷം മുഴുവൻ പൂത്ത് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ സീഡ്സിൽ നിന്ന് നമ്മൾ സീഡ്സ് പാകി, എപ്പോഴും നമുക്ക് ഇതിൻ്റെ സീഡ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ തന്നെ ഇതിൻ്റെ സീഡ്സ് കിട്ടുമ്പോൾ അത് പാകി നമുക്ക് കുറേ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്ന് മാത്രമല്ല ഇതിൻ്റെ ഇതിൻ്റെ ഓരോ തണ്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ചെറിയ ചെറിയ നാര് പോലെയുള്ള വേരുകൾ പുറത്തേക്ക് വരും. ആ ഒരു ഭാഗം നോക്കി നമുക്ക് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ ചെടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ചെടി ഇങ്ങനെ വാടി അങ്ങ് താഴെ പോകും. അപ്പോഴേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, ചെടി നല്ലപോലെ വളർന്നു വരും. അതുപോലെ തന്നെ നമ്മൾ കമ്പ് മുറിച്ച് നട്ടാലും പെട്ടെന്ന് തന്നെ നമ്മൾ ഓർക്കും അയ്യോ നഷ്ടമായി പോയല്ലോ, ഒന്നും വിഷമിക്കേണ്ട. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് കിളിച്ച് വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ടിപ്സ് അല്ലേ. എല്ലാവരും ഈ ചൈനീസ് ബോൾസം നട്ട് വളർത്തുക. വളരെ നല്ലതാണ്. കാരണം ഇതിൻ്റെ പൂക്കളാണ് ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ. നിറയെ പൂത്ത് നിൽക്കുമ്പോൾ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീളമുള്ള ടൈപ്പും ഉണ്ട്, ഡ്വാർഫ് ഐറ്റവും ഉണ്ട്. ഡ്വാർഫ് നമുക്ക് വീടിന് മുറ്റത്തൊക്കെ വെക്കാൻ വളരെ നല്ലതാണ്. മറ്റേ നീളമുള്ള ടൈപ്പ് നമുക്ക് കുറച്ച് മാറ്റിയൊക്കെ തറയിലൊക്കെ നട്ട് വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. ഡ്വാർഫ് ഐറ്റംസ് നമുക്ക് ചെടിച്ചട്ടിയിൽ വെക്കുമ്പോഴാണ് ഒന്നുകൂടി ഒരു നല്ല ഭംഗിയായിട്ട് തോന്നുന്നത്. അപ്പോൾ ലിൻസീസ് ലിങ്ക് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ കൂട്ടുകാരെ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, സീ യു നെക്സ്റ്റ് വീഡിയോ.